സമൂഹ മാധ്യമങ്ങളിലും യുവാക്കൾക്കിടയിലും തരംഗമായി നിൽക്കുന്ന ഒരു ഭജന സംഘമാണ് നന്ദഗോവിന്ദം ഭജൻസ്. അത് ഇപ്പോൾ അവർ സിനിമ താരങ്ങളെക്കാൾ വലിയ രീതിയിൽ സെലിബ്രിറ്റിയായി മാറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരാഴ്ചയെ നാം പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ അവർക്കെതിരെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അത് എന്തുകൊണ്ടായിരിക്കും? ഈ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഈ കള്ളിനും കഞ്ചാവിനും ആഭാസ നൃത്തങ്ങൾക്കൊക്കെയാണ് വലിയ സ്ഥാനം ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന കുറേ ചെറുപ്പക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ഭജന സമിതി വലിയ താരമായി മാറിയിരിക്കുന്നു. അപ്പോൾ അവർക്ക് വലിയ പേരും പ്രശസ്തിയും ഇപ്പോൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും അവർക്ക് പേരും പ്രശസ്തിയുണ്ട്. ധാരാളം സ്റ്റേജുകളിൽ അവർ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു, ക്ഷേത്ര ഉത്സവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നു. അതല്ലാതെയുള്ള സാംസ്കാരിക ഉത്സവങ്ങളിലെല്ലാം ഇവർ ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കാരണം ഇവരെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ ജനക്കൂട്ടം അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. അതെ, വലിയ ജനക്കൂട്ടമാണ്. തിരുവനന്തപുരത്ത് രണ്ട് ദിവസം മുമ്പ് ഈ മുറജവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ഭജന ഉണ്ടായിരുന്നു. ജനങ്ങൾ തിങ്ങി നിറയായിരുന്നു. കാരണം അതിനകത്ത് കടക്കാൻ പറ്റത്തില്ല. ഗുരുവായൂർ നടത്തിയപ്പോഴത്തെ അവസ്ഥയായിരുന്നു. എവിടെയൊക്കെ അവർ പരിപാടി നടത്തിയാലും ഈ വൻ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടത്തെ കണ്ട് വിരളി പിടിച്ച ഈ ജിഹാദികളും ചില കമ്മ്യൂണിസ്റ്റ് പരാന്ന ജീവികളാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ ഒരു ആസൂത്രിത ആക്രമണം സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് തുടങ്ങിയിരിക്കുന്നു. അവർ പറയുന്ന ആരോപണം ഈ സംഘപരിവാർ ആണ് ഇവരുടെ പിന്നിൽ എന്നാണ്. ഈ നന്ദഗോവിന്ദ ഭജൻസ് അവരാണ് ഈ സാധനം ഉണ്ടാക്കിയതെന്നും ഈ നിലവിൽ യുവാക്കൾക്കിടയിൽ അമ്പലത്തിൽ പോകുന്നത് മറ്റേ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണെന്നുള്ള രീതിയിൽ വലിയ ആക്രമണം. അതായത് സംഘപരിവാർ സംഘടനകളുടെ മുന്നിൽ നിർത്തി ഹിന്ദുക്കളെ ആക്രമിക്കലാണ്. അതാണ് നമ്മളതിനെ കാണുന്നത്. എൻ്റെ പ്രശ്നം അതാണ്. അവർക്ക് എപ്പോഴും അസ്വസ്ഥത ഹിന്ദുക്കളോടാണ്. പക്ഷേ നേരിട്ട് ഹിന്ദു എന്ന് പറയുന്നതിന് പകരം അത് നേരെ സംഘപരിവാർ സംഘടനയെ ചാർത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ സംഘടനകളുടെ സ്പോൺസർഷിപ്പോട് കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം. അല്ല, അത് നാം ഏത് മുദ്രാവാക്യം വന്നാലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ അവലും മലരും പറയുമ്പോൾ പറയുന്നത് RSSനെതിരാണ്. അതോടൊപ്പം തന്നെ കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ മുദ്രാവാക്യം ഉണ്ടാകുമ്പോൾ അത് പറയാം RSSനെതിരാണ്. പക്ഷേ ഇത് അവസാനം വന്നു നിൽക്കുന്ന ഹിന്ദുക്കൾക്കെതിരാണ്. തീർച്ചയായിട്ടും. അല്ല, അത് അവരുടെ ഒരു മറയാണ്. കാരണം ഹിന്ദുക്കളെ നേരിട്ട് പറയുന്നതിനേക്കാൾ ഏറ്റവും എളുപ്പം അവർ കരുതിയിരിക്കുന്ന എന്താണ്, എല്ലാ ഹിന്ദുക്കളും സംഘപരിവാറുമായിട്ട് എന്നാൽ പിന്നെ ഇവിടെ ഈ വേറൊരു പാർട്ടിയും കേരളത്തിൽ ഭരിക്കില്ലല്ലോ, BJP ഭരിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ബോധപൂർവമായി ഉണ്ടാക്കിയെടുക്കുന്ന നറേറ്റീവാണ്. ആ നറേറ്റീവ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹിന്ദുക്കളെ അപമാനിക്കുക, അവഗണിക്കുക എന്നുള്ളതാണ്. പല ഹിന്ദുക്കളും ഈ പറഞ്ഞാൽ ഞാൻ സംഘപരിവാറിനായിട്ട് അവർക്ക് ചെറിയൊരു ചമ്മലുണ്ട്, ഞാൻ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് കൂടുതലും. പക്ഷേ ആ മനോഭാവം മാറി വരികയാണ്. അപ്പോൾ ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത് 2000 കോട്ടയത്ത് രൂപം കൊള്ളുന്ന ഒരു ഭജന സമിതിയാണ്. രാജേന്ദ്ര പണിക്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഈ ഭജന സംഘത്തിന് തുടക്കമിടുന്നത്. അന്നൊരു ചെറിയൊരു സംവിധാനമായിരുന്നു. അത് നിരന്തരമായിട്ട് ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ ഇത് മാത്രമല്ല, നമുക്കറിയാമല്ലോ, നാട്ടിൽ ഒരുപാട് ഭജന സംഘങ്ങളുണ്ട്. പ്രത്യേകിച്ചും ശബരിമല മണ്ഡലകാലം വരുമ്പോഴത്തേക്ക് മിക്കവാറും വീടുകളിൽ പോലും ഭജന നടക്കാറുണ്ട്. പൊതുസ്ഥലങ്ങളിലും ഈ അയ്യപ്പ വിളക്കിൻ്റെ ഭാഗത്ത് ഭജന നടക്കാറുണ്ട്. പക്ഷേ അത് ആ ഒരു പ്രത്യേക സമയത്ത് വേണ്ടി മാത്രമാണ്. പക്ഷേ രാജേന്ദ്ര പണിക്ക് തുടങ്ങിയതെന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനനുബന്ധിച്ചുള്ള ഈ ഭജന പരിപാടികൾ, അതായത് തരികിട പരിപാടികൾക്ക് പകരം ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം തുടങ്ങിയത്. 2014 ആയപ്പോഴേക്കും ഈ ഭജൻ കുറച്ചുകൂടി വിപുലീകരിച്ചു. അതായത് കുറേ ചെറുപ്പക്കാരൂടെ അതിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് നവീൻ ശ്രീധരൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. ഇവർ 14 പേരാണ്. ഇതിൽ കൂടുതൽ ആളുകളും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. ദുബായിലും മറ്റ് കാനഡയിലും ഒക്കെ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ നാട്ടിൽ പരിപാടി കിട്ടുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് കൂടും, ഈ പരിപാടി അവതരിപ്പിക്കും, തിരികെ പോകും. അപ്പോൾ ഇതിലവർ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഭക്തിഗാനങ്ങൾ, അതുപോലെ സിനിമാ ഗാനങ്ങൾ, ഈ അഷ്ടപതി ഗാനങ്ങൾ, കർണാട്ടിക്കിലെ ചില ലൈറ്റായിട്ടുള്ള ചില നാട്ടുകാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ചില ലളിത സംഗീതത്തിൻ്റെ സ്വഭാവത്തിലുള്ള ചില കർണാടിക സംഗീതത്തിലുള്ള കീർത്തനങ്ങൾ, ഇതൊക്കെയാണ് അവരവരുടെ പരിപാടിക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ നന്ദഗോവിന്ദ ഭജൻസിന് മാത്രമല്ല, അവർ ഈ ഒരുപാട് TV പ്രോഗ്രാംസ് ചെയ്തു. CTVയിലും അതുപോലെ അമൃതയിലും ഒക്കെ ധാരാളം പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് വലിയൊരു അക്സെപ്റ്റബിലിറ്റി കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 14 പേരാണ് സംഘത്തിലുള്ളത്. അതായത് പാട്ട് പാടുന്നവരും വിവിധ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരടക്കം 14 പേരാണ്. ഇവർ വൃത്തിയായിട്ട് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് ചന്ദനക്കുറിയൊക്കെ ധരിച്ചാണ് ഈ പരിപാടിക്കൊക്കെ പോകുന്നത്. ഇതാണ് ഇവരെ വലുതായിട്ട് അസ്വസ്ഥരാക്കുന്നത്. കാരണം അവർ ഈ ചന്ദനക്കുറി മായ്ക്കാനും ഇതും മാറ്റിയിട്ട് അവരുടെ അവരുടെ താരതമ്യ വേടനാണ്. കാര്യം കഞ്ചാവ്, കള്ള്, പെണ്ണുപിടി, പിന്നെ ഈ പറഞ്ഞ തുണിയില്ലായ്മ അവിടെ ഇവിടെ കാണിച്ചുകൊണ്ടുള്ള
തുണി അവൻ്റെ കൂടെ പാടുന്ന വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നടക്കുന്നത് ശരിക്കും പേക്കൂത്താണ്, സംഗീതത്തിൻ്റെ പേര് നടക്കുന്ന പേക്കൂത്തുകളാണ്. പലയിടത്തും ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അയാളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ജിഹാദികളും ഈ കമ്മ്യൂണിസ്റ്റുകളുമാണ്. എന്തുകൊണ്ടാണ്? ഒരു അരാജകത്വം ഹിന്ദു സമൂഹത്തിനിടയിൽ ഉണ്ടാക്കുക. കാരണം മാന്യമായി ജീവിക്കുന്ന ചെറുപ്പക്കാരെ കഞ്ചാവിൻ്റെയും കള്ളിൻ്റെയും പെണ്ണുപിടിയുടെയും മാർഗത്തിലേക്ക് നയിച്ചു വിടുക എന്നുള്ളതാണ് വേടൻ നൽകുന്ന സന്ദേശം. സത്യം പറഞ്ഞാൽ ഇതിനെ രണ്ടിനെയും നമുക്ക് കേരളത്തിൻ്റെ സാമൂഹിക പരിസരത്തിൽ നമ്മൾ രണ്ടിനെയും അല്ല, വേടനോട് ഇപ്പോൾ നാം അമേരിക്ക വെനസ്വേല ആക്രമിച്ചു എന്ന് പറഞ്ഞാലും അദ്ദേഹം പറയാം അതിന് പിന്നിൽ ജാതി എന്ന് പറയും. തീർച്ചയായിട്ടും പറയും. അല്ല, അത് അവരുടെ അജണ്ടയാണ്. കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ പയ്യനിറക്കി ഇവർ കളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അയാളൊരു വിഭാഗത്തെ ട്രംപ് വന്ന് ആക്രമിച്ചു. അതെ, അയാളൊരു വെറും കളിപ്പാവ് മാത്രമാണ്. അവരെ കളിപ്പിക്കുന്നത് ജിഹാദി സംഘടനകളാണ് ചെക്കനെ കൊണ്ട് കളിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ തോതിലുള്ള ഒരു ഹിന്ദു റിവൈവലിസം, അതായത് ഒരു പുനർജാഗരണം ഹിന്ദുക്കളുടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത് നിലനിൽപ്പിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നതല്ലേ? തീർച്ചയായിട്ടും എപ്പോഴും അങ്ങനെയാണല്ലോ. ഈ നമ്മുടെ ഒരു സംസ്കാരം നശിക്കാൻ പോകുന്നു എന്ന് തോന്നുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു ഉണർവ് ഉണ്ടാകുന്നത്. ഏതാണ്ട് അതേ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. കാര്യം ഇടത് വലത് മുന്നണികൾ ചേർന്ന് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു തനത് ഹൈന്ദവ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളുടെ ഇടയിലൊന്നും ആ ഒരു സംസ്കാരമേ ഇല്ല. അപ്പോൾ ആ സംസ്കാരത്തെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലാണ് ഈ നന്ദഗോവിന്ദ ഭജൻസിൻ്റെ അവരുടെ പ്രവർത്തനം. അപ്പോൾ ഈ ഭജൻസും നേരത്തെ പറഞ്ഞ ഈ തല്ലിപ്പൊളി പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അവിടെ ആടണമെങ്കിലും പാടണമെങ്കിലും കഞ്ചാവിൻ്റെ സഹായം വേണം, അല്ലെങ്കിൽ കള്ളിൻ്റെ സഹായം വേണം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ബിസിനസ് നടക്കും. ഇതാണ് അവിടുത്തെ ലക്ഷ്യം. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ശാന്തിയാണ്. ഒരു പ്രോഗ്രാം, ഒരു ഭജൻ കേൾക്കുമ്പോൾ അതിൽ കേൾക്കാൻ വന്നിരിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന മനഃശാന്തിയാണ് ഒന്നാമത് കിട്ടുന്നത്. 2 എന്ന് പറയുന്നത് അവന് ആത്മശുദ്ധി ഉണ്ടാകുന്നു. 3 അവൻ്റെ വ്യവഹാരത്തിൽ പെരുമാറ്റത്തിൽ കുറച്ചുകൂടി നേർമയുണ്ടാകും. ഇത്തരം കാര്യങ്ങളാണ് മറ്റവരെ അലോസരപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? ആക്രമിച്ച് കിടക്കുക. ഈ നന്ദഗോവിന്ദ ഭജൻസ് മാത്രമല്ല, ധാരാളം ചെറുപ്പക്കാരുടെ പെൺകുട്ടികളുടെ ഭജന സംഘങ്ങളും ഇപ്പോൾ കേരളത്തിലുള്ള സജീവമാണ്. അവരും ഈ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ ഉള്ള പരിപാടിയിൽ കൂടി അവരും രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണുന്നതിന് റിവൈവലിസം ആയിട്ടാണ്. പ്രത്യേകിച്ചും നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ വേടനെ പോലെയുള്ള അസാൻമാർഗിക രീതിയിൽ പ്രവർത്തിക്കുന്നവർ കൈയടക്കിയതോടുകൂടി. അല്ല, കഴിഞ്ഞ ഉത്സവകാലത്ത് നാം കണ്ടതാണ് വിപ്ലവ ഗാനങ്ങൾ കടക്കിൽ പാടും. അതെ, അത് തന്നെ വിപ്ലവ ഗാനം. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് അവർ ചെയ്തതാണ്. ക്ഷേത്ര വിശുദ്ധിയെ വിപ്ലവ ഗാനങ്ങൾ കേട്ട് പോയി എല്ലാവരും BJPക്ക് വോട്ട് ചെയ്തതാണ് അവിടെ കടക്കലിൽ. അതെ, ക്ഷേത്രകലകൾ പരിപോഷിപ്പിക്കേണ്ടതാണ് ക്ഷേത്ര ഉത്സവങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇപ്പം നടക്കുന്നത് പറഞ്ഞാൽ ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായ പരിപാടികളാണ്, അസാൻമാർഗികമായിട്ടുള്ള പരിപാടികളാണ് അവിടെ കൂടുതൽ നടത്തപ്പെടുന്നത്. അവിടെയാണ് ഈ നന്ദഗോവിന്ദ ഭജൻസ് എന്ന് പറയുന്നത് വ്യത്യസ്തമായി നിൽക്കുന്നത്. അവർക്കാണെങ്കിൽ തിരക്കാണ്. ഇവിടെ മാത്രമല്ല, UAE അവർ പ്രോഗ്രാം നടത്തുന്നു, ദുബായിൽ നടത്തുന്നു, കാനഡയിൽ നടത്തുന്നു, വിദേശ രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഭയങ്കര പേരാണ്. അപ്പോൾ ഇപ്പം നമ്മളൊരു പരിപാടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്രയോ മാസം കഴിഞ്ഞ് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് അവരുടെ ട്രൂപ്പ് അത്രത്തോളം വളർന്നു കഴിഞ്ഞു. വലിയ മികച്ചാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പക്ഷേ അവർ സ്വീകരിക്കുന്നൊരു ചെറുപ്പക്കാരെ നമുക്ക് കാണുമ്പം നമുക്ക് കിട്ടുന്നൊരു മനസ്സിട്ടുന്നൊരു സന്തോഷം. ഈ പറഞ്ഞ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു വേഷവിധാനത്തോടു കൂടി നല്ല ഭംഗിയായി, ആർക്കും ഈ അഹങ്കാരമോ ധാർഷ്ട്യമോ മറ്റോ എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് പെരുമാറുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരാവണം കേരളത്തിൻ്റെ പുതിയ തലമുറയുടെ സന്ദേശവാഹകർ, അല്ലെങ്കിൽ റോൾ മോഡൽ ഇവരാണ് ആവേണ്ടത്. അല്ലാതെ കള്ളും കഞ്ചാവും കുടിച്ച് ഈ പറഞ്ഞാൽ നാട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ ബലാത്സംഗം നടക്കുന്ന ഒരു സംവിധാനമല്ല കേരളത്തിന് വേണ്ടത്. അല്ല, ആദ്യം നാം കാണുന്ന സൈബർ അറ്റാക്കാണ്, പിന്നെ ഇത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതാണ് പതിവ്. സുരേഷ് ഗോപി ആയാലും PC ജോർജ് ആയാലും വെള്ളാപ്പള്ളി നടേശനായാലും ഇനി അത് ഈ ഭജൻ ഗ്രൂപ്പിനെതിരെ മാധ്യമങ്ങൾ ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ? ഉറപ്പായിട്ടുണ്ട്. കാര്യം ഇന്നലെയാണ്, അതാണ് ഞാൻ പറഞ്ഞത്, ആസൂത്രിതമായി നീക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇവർക്കെതിരെ ആക്രമണം തുടങ്ങി കഴിഞ്ഞു. ഇനി അത് ഏറ്റെടുക്കും. മരമുറി ചാനൽ ഏറ്റെടുക്കും, ഏഷ്യാനെറ്റ് ഏറ്റെടുക്കും, മറ്റ് മീഡിയ ഓൺ ഏറ്റെടുക്കും. ഇവരൊക്കെ ഏറ്റെടുത്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവർ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിന് ക്ഷേത്രത്തിൽ അവൻ്റെ ഒരു ഭജന പാടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിൻ്റെ ഹിന്ദുവിൻ്റെ അവസ്ഥ പരിതാപകരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ഹിന്ദു സാഹിത്യത്തിൽ പറഞ്ഞ ഓരോ ചെറുപ്പക്കാർക്കും ഉണ്ടാവണം. എന്തുകൊണ്ട് എൻ്റെ മതം മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്. അത് ചിന്തിച്ച് ഒരു ചെറുത്തുനിൽപ്പിന് തയ്യാറായില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അവരെ കാത്തിരിക്കുന്നത് വൻ വിപത്താണ്.